വിശുദ്ധ മത്തായിയുടെ സുവിശേഷം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അധ്യായം 15 വാക്യങ്ങൾ 29 മുതൽ 31 വരെ. മത്തായി 15:29 മുതൽ. യേശു അവിടെ നിന്ന് യാത്രയായി ഗലീലാ കടലിനെ അരികെ ചെന്ന് മലയിൽ കയറി അവിടെ ഇരുന്നു. വളരെ പുരുഷാരം, മുടന്ത്, കുരുട്, ഊമ, കൂന് മുതലായ പലരെയും അവൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് അവൻ്റെ കാൽക്കൽ വെച്ചു. അവൻ അവരെ സൗഖ്യമാക്കി. ഊമർ സംസാരിക്കുന്നതും, കൂന സൗഖ്യമാകുന്നതും, മുടന്തർ നടക്കുന്നതും, ഇതർ കാണുന്നതും പുരുഷാരം കണ്ടിട്ട് ആശ്ചര്യപ്പെട്ടു. ഇസ്രായേലിന്റെ ദൈവത്തെ മഹത്വപ്പെടുത്തി. അങ്ങനെ അനേകരെ സൗഖ്യമാക്കിയ കർത്താവ് ഇവിടെ എത്തിയിരിക്കുന്നു. ആ കർത്താവിൻ്റെ സ്നേഹം നമ്മൾ എത്തിയിരിക്കുകയാണ്. കർത്താവിൻ്റെ പരിശുദ്ധ കാലത്ത് ഇങ്ങനെയുള്ള അനേകർ സൗഖ്യപ്പെട്ടുവെങ്കിലും കർത്താവിൻ്റെ കുരിശിന് ചുവട്ടിൽ അവരെ ആരെയും കാണുന്നില്ല. യോഹന്നാൻ മാത്രം. ബത്തിയുമായി എന്ന് പേരുള്ളൊരു കുടനെ അവിടെ കുറച്ച് അക്കരയായിട്ട് കാണുന്നുണ്ട്. ബാക്കിയുള്ളവരൊക്കെ എവിടെ പോയി? അത് കിട്ടിയതായ സൗഖ്യം അവർക്ക് അധികം തിന്മയായത് ഭവിച്ചു. കിട്ടിയ സൗഖ്യം ഉപയോഗിച്ച് യേശുവിനെ അധിഗമിക്കുവാനോ, യേശുവിനെ കുരിശിൻ്റെ ചുവട്ടിലെത്താനോ, സ്വർഗാരോഹണം ചെയ്ത യേശുവിനെ കാണാനോ, പെന്തക്കോസ്തി പെരുന്നാൾ കാത്തിരിക്കാനോ നമുക്കൊത്തില്ല. കിട്ടിയതും കൊണ്ട് അവർ നടന്നു നിന്നു. ഇതേ പ്രശ്നം ഈ തലമുറയിലും ആവർത്തിക്കുന്നുണ്ട്. കർത്താവിന് കുരിശ് കിട്ടാനും കൂടിയാണ് കിട്ടിയവരെല്ലാം സൗഖ്യപ്പെടുത്തി വിട്ടത്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന സൗഖ്യം കർത്താവിന് കുരിശുണ്ടാക്കി കൊടുക്കുമോ, അതോ കുരിശ് വഹിച്ചുകൊണ്ട് കർത്താവിനോട് നടക്കാൻ ഉപയോഗിക്കുമോ എന്നുള്ള ചോദ്യം ചോദിച്ചുകൊണ്ട് നമുക്ക് സൗഖ്യം കിട്ടുന്നതിന് കർത്താവ് താമസിപ്പിക്കുന്നതും മാറി നിൽക്കുന്നതിന് കാരണം എന്താണ്? നമുക്ക് സൗഖ്യം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് കർത്താവിനറിയാം. സൗഖ്യം കിട്ടിക്കഴിഞ്ഞാൽ പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും കർത്താവിനെ സ്നേഹിച്ച് കുരിശ് വഹിച്ച് കിരീടം പ്രാപിച്ച് കർത്താവിൻ്റെ സ്വന്തമാകുന്ന ഉറപ്പുള്ളവർക്ക് ഇപ്പോൾ കർത്താവ് സൗഖ്യം കൊടുക്കുകയുള്ളൂ. അധികം തിന്മയാൽ എന്തിനാണ് ഭവിക്കുന്നത്? അതുകൊണ്ട് ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയ്ക്ക് നന്ദി പറയുക. ഞങ്ങൾ നിന്റെ കുരിശിന് ചുവട്ടിൽ വരുന്ന ഉറപ്പുള്ളപ്പോൾ എനിക്ക് സൗഖ്യം തരിക. അതുവരെ ഉള്ളതിനെ സഹിക്കാനുള്ളതുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ എല്ലാ അഹങ്കാരങ്ങളോടും അത്യാഗ്രഹങ്ങളോടും യാത്ര പറഞ്ഞുകൊണ്ട് ഇന്ന് നമ്മൾ വായിച്ചു കേട്ട ഹാഗാറിൻ്റെയും സാറായുടെയും അബ്രഹാമിൻ്റെയും ഇസ്മായിലിൻ്റെയും ഒക്കെ കാര്യം നമ്മുടെ ജീവിതത്തിൽ എല്ലാ തലമുറയിലും ആവർത്തിക്കുന്നതാണ്. അബ്രഹാം സാറ പറഞ്ഞത് കേട്ട ഹാഗറിനെ പ്രാപിച്ചത്. നമ്മളിങ്ങനെ വിശ്വാസികളാണെങ്കിലും പ്രിയപ്പെട്ട ചിലരൊക്കെ പറയുന്നത് കേട്ട് വല്ലതൊക്കെ ചെയ്യാറുണ്ട്. അത് ദൈവത്തോട് ചോദിക്കാറുമില്ല. അബ്രഹാമിന് പറ്റിയ അബദ്ധം നമുക്കും പറ്റാം. നമ്മൾ പ്രാർത്ഥിക്കുന്നവരും ദൈവഹിതം അറിയുന്നവരും അനുസരിക്കുന്നവരും വിശ്വാസികളൊക്കെ ആണെങ്കിലും ചില ബലഹീന നിമിഷത്തിൽ പരീക്ഷാ സമയത്ത് ദൈവവും മാലാഖമാരും തോന്നുന്നതെല്ലാം മാറി നിൽക്കും. നമ്മൾ എന്ത് ചെയ്യുന്നത് കാണാൻ വേണ്ടിയാണ്. അബ്രഹാം ആ പരീക്ഷയെ തോറ്റു. അബ്രഹാം ഹാഗാറിനെ പ്രാപിക്കണമെന്ന് സാറാ പറഞ്ഞപ്പോൾ നിൽക്കവിടെ ഞാൻ ദൈവത്തോടൊന്ന് ചോദിക്കട്ടെന്ന് പറഞ്ഞു. ഭാര്യ പറഞ്ഞെന്ന് കേട്ടു. ഇന്നും ലോകത്തിന് വലിയ പുരുഷനാണ് ഇസ്മായിലിൻ്റെ മക്കൾ. പക്ഷെ ആ ഇസ്മായിലിനെ കർത്താവ് തള്ളിയില്ല, ഹാഗാറിനെയും തള്ളിയില്ല. ഏതായാലും നീ സാറാ പറഞ്ഞുള്ള പരിപാടിയില്ല, അത് നടക്കട്ടെ. ഏതാ കളയ്ക്കും വളമിട്ട് കൊടുക്കുന്ന പോലെ അതിന് വളമിട്ട് കൊടുത്തു. ഇന്ന് നമ്മളത് അനുഭവിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ നമ്മുടെ കഴിഞ്ഞ കാല ജീവിതത്തിൽ ബലഹീന നിമിഷത്തിൽ ദൈവത്തോട് ചോദിക്കാതെ പലരും പറഞ്ഞതായിട്ട് നമ്മൾ പലതും ചെയ്തിട്ടുണ്ട്. കുഴപ്പം എന്നാണെന്നറിയാവോ? 13 കൊല്ലത്തേക്ക് പിന്നെ അബ്രഹാമിനോട് ദൈവം മിണ്ടിയിട്ടില്ല, അടുത്ത് പോയിട്ടുമില്ല. അതാണ് 16-ാം അധ്യായത്തിൻ്റെ അവസാനത്തിൽ എത്രാമത്തെ വയസ്സിലാ ഇസ്മായിൽ ഉണ്ടായത്? 86. എത്രാം വയസ്സിലാ ഇസ്ഹാഖ് ജനിച്ചത്? 100-ാമത്, 99 അല്ലേ? കൊല്ലം 13 അങ്ങ് പോയി കിട്ടി. 17-ാം അധ്യായം തുടങ്ങുന്നത് 13 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് പിന്നെ അബ്രഹാമിനോട് ദൈവം മിണ്ടുന്നത്. അതുവരെ അങ്ങ് മാറി നീ പൊക്കോളാൻ പറഞ്ഞു. ആഹാറിനെയും ഇസ്മായിലും കളിപ്പിച്ചുകൊണ്ട് തന്നോളാൻ പറഞ്ഞു. ഇങ്ങനെ നമ്മൾ ദൈവത്തെ വിട്ടാൽ ദൈവം നമ്മളെ വിട്ടിട്ട് നമ്മൾ പോയ വഴിയെ തള്ളി അങ്ങ് വിട്ടേക്കും കുറേ നാളത്തേക്ക്, വർഷങ്ങൾ അങ്ങനെ. അപ്പോൾ അബ്രഹാമിന് അങ്ങനെ 13 കൊല്ലത്തെ ഗ്യാപ്പ് കിടപ്പുണ്ട്. നമുക്ക് 13 അല്ലായിരിക്കും,
30 60 അനേക വർഷക്കാലം ദൈവത്തെ നമ്മൾ അവഗണിച്ചതിൻ്റെ ശിക്ഷ അനുഭവിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യമോ ശബ്ദമോ കേൾക്കാതെ ഏകരായി കിട്ടിയതും കൊണ്ട് നടക്കേണ്ടി വരും. അതിനോട് യാത്ര പറയാം. ഇത് നമ്മുടെ പൂർവ്വശാപത്തിൽപ്പെട്ടതാണ്. ഈ വിശ്വാസിയായ അബ്രഹാമിനെ അബദ്ധം പറ്റിയെങ്കിൽ നമ്മുടെ കാര്യം പറയണം, നമ്മുടെ വല്യപ്പന്മാരുടെ വല്യമ്മച്ചിയുടെ കാര്യം പറയണം. ഇങ്ങനെ എന്തുമാത്രം കേസ് തീരാൻ കിടക്കുന്നു. അതിനാണ് നമ്മൾ 144 ദിവസം പൂർവ്വശാപ പരിഹാരത്തിന് വേണ്ടി. ഇന്ന് എത്രാം ദിവസമാണ്? 3-ാം ദിവസം. അപ്പോൾ ഈ 3-ാം ദിവസത്തെ നമ്മുടെ ഈ പൂർവ്വശാപ പരിഹാര പ്രാർത്ഥന ഈ വിശുദ്ധ കുർബാന സ്വർഗത്തിലെത്തിയിട്ട് നമുക്കിപ്പോൾ ഒന്നും വേണ്ട, കർത്താവിനെ കിട്ടുന്നത്. എന്നിൽ നിന്ന് അകന്നുപോയ കർത്താവിനെ കിട്ടിയിട്ടിരിക്കുമല്ലോ, കിട്ടിയാൽ മതി. അത് ആഗ്രഹിക്കുന്നവർക്ക് ഇന്ന് കുർബാന നടത്താൻ പോവുക. നിങ്ങൾക്ക് എല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കട്ടെ. ഇതാവിനും പുത്രനും പരിശുദ്ധ സ്തുതിയാതെ നോമയത്തിൻ്റെ കണ്ണിനായിട്ടുണ്ടായിരിക്കട്ടെ. കർത്താവിനെ സ്നേഹിക്കപ്പെട്ടവരെ, പൂർവ്വശാപബന്ധന മോചന പ്രാർത്ഥനയുടെ 3-ാം ദിനത്തിൽ നമുക്ക് പൂർവ്വശാപങ്ങൾ വന്ന വഴികൾ കണ്ടെത്താൻ വേണ്ടി അബ്രഹാമിൻ്റെയും സാറായുടെയും ഹാഗാറിൻ്റെയും ഇസ്മായിലിൻ്റെയും ചരിത്രം പഠിക്കുകയായി. ആ ചരിത്രം അപ്പോസ്തലനായ പൗലോസ് അറേബ്യയിൽ തപസ് ചെയ്തപ്പോൾ അതേ അധ്യായം കർത്താവ് കാണിച്ചു കൊടുത്ത് അതിനോട് ചേർന്നാണ് ഗലാത്യ ലേഖനം 4-ാം അധ്യായം എഴുതിയത്. അതിൽ നിന്ന് പഠിക്കേണ്ട പാഠം എല്ലാ തലമുറയിലും അബ്രഹാമിൻ്റെയും സാറായുടെയും ഹാഗാറിൻ്റെയും ഇസ്മായിലിൻ്റെയും സ്വഭാവങ്ങൾ ആവർത്തിക്കുന്നുണ്ട്. അത് നമ്മൾ തിരിച്ചറിയണം. ബൈബിളുള്ളവർക്ക് എടുക്കാം. നമ്മൾക്കത് ഒന്ന് പരിശോധിച്ച് നമുക്ക് പൂർവ്വശാപങ്ങൾ വന്നിട്ട് പോകാതിരിക്കുന്നതിൻ്റെ കാര്യം എന്താണ്? ഇവിടെ വരുന്നവരുടെ സ്വയപരിശോധനാ സഹായിയിൽ പൂർവ്വശാപം എത്രയുണ്ടെന്ന് ചോദിച്ചിട്ട് അത് 18, 19, 17 ഒക്കെ ആയിട്ട് അങ്ങനെ നിൽക്കുക. അത് മാറുന്നില്ല, അത് കുറയുന്നില്ല. അവിടേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കണം. യേശുവിൻ്റെ രക്തം എന്ന പേരുള്ള പുസ്തകത്തിൽ ബർന്നബാസ് എന്ന പേരുള്ള ഒരു പരിശുദ്ധനിട്ട വെളിപ്പാടാണ്. ഇങ്ങനെ പൂർവ്വശാപത്തിൻ്റെ പ്രശ്നം എല്ലാ തലമുറകളിലും എല്ലാവർക്കും ഉണ്ട്. അതിന് തുടർച്ചയായി 144 ദിവസത്തെ നൊവേന ചെല്ലണം. മാതാവിൻ്റെ നാമത്തിലും വിശുദ്ധന്മാരെ ഓർത്തുകൊണ്ട് പ്രത്യേക പാപപരിഹാര മോചന പ്രാർത്ഥന നടത്തിയാലേ ഇത് പൂജ്യമാവുകയുള്ളൂ. എല്ലാവരുടെയും ജീവിതത്തിൽ ഇപ്പോഴും അത് കുറച്ചുണ്ടെന്നുള്ളതാണ് ഒരു സത്യം. അത് മാറ്റാൻ വേണ്ടിയാണ് ദൈവം നമുക്ക് നമ്മുടെ പല അനുഗ്രഹങ്ങളിലും താമസിപ്പിക്കുന്നത്. പ്രാർത്ഥനയ്ക്ക് മറുപടി താമസിപ്പിക്കുന്നത് അതുകൊണ്ടാണ്. പൂർവ്വശാപങ്ങൾ മാറാതെ അനുഗ്രഹം കിട്ടിയാലുള്ള കുഴപ്പം പൂർവ്വശാപം ആവർത്തിക്കും. പിന്നെയും കിട്ടിയ അനുഗ്രഹം അവർ തട്ടിക്കൊണ്ടു പോകും. പിന്നെയും അടുത്ത തലമുറയിലേക്ക് അത് കടന്നു പോകും. ആ ഗതികേട് വരാതിരിക്കാൻ വേണ്ടിയാണ് പൂർവ്വശാപങ്ങൾ തീർന്നിട്ട് ധനവും മാനവും ജീവനും മക്കളൊക്കെ കിട്ടുക നല്ലത്. ഇതിനു മുമ്പ് പലർക്കും ധൃതി വെച്ചത് കിട്ടിയതുകൊണ്ട് അനുഭവിക്കാൻ ഒക്കുന്നില്ല. അത് അടുത്ത തലമുറയിലേക്ക് ശാപം കൊണ്ടുപോകാനുള്ളൊരു വഴിയായിട്ട് മാത്രമേ ഉപകരിക്കുന്നുള്ളൂ. ഇത് പരിശുദ്ധാത്മാവെന്നുള്ള ബോധ്യമാക്കേണ്ട ഒരു കാര്യമാണ്. ബുദ്ധിയിൽ മനസ്സിലാക്കാൻ വിഷമമാണ്. വെളിപ്പാട് ലഭിച്ചാലേ ഇത് മനസ്സിലാവുള്ളൂ. നമ്മളിന്ന് വായിച്ചതായ ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായത്തിൽ ശ്രദ്ധിച്ച് വായിച്ചാൽ ദൈവാത്മാവ് നമുക്ക് തരുന്ന പല സന്ദേശങ്ങളുണ്ട്. ഇത് അബ്രഹാമിൻ്റെ ഒരു കഥ, ജീവിത കഥ നമ്മൾ സൺഡേ സ്കൂൾ തൊട്ട് പഠിക്കുന്നതാണ്. അതൊരു കഥയായിട്ട് അങ്ങ് തള്ളിയിരിക്കുക. പക്ഷേ ഇത് ആവർത്തിക്കുന്ന ഒരു കഥയാണെന്നും എൻ്റെ ജീവിതത്തിൽ അബ്രഹാം എത്രയുണ്ട്, ഹാഗാർ എത്രയുണ്ട്, ഇസ്മായേൽ എത്രയുണ്ട്, സാറ എത്രയുണ്ടെന്ന് വലിയ നോക്കിയിട്ടുണ്ട്. ഈ കഥാപാത്രങ്ങളെല്ലാം നമ്മുടെ അകത്ത് ഉണ്ട്. ഇതറിഞ്ഞിരിക്കണം. അത് ആവർത്തിക്കുന്നതാണ്. ഉൽപ്പത്തി 16-ാം അധ്യായത്തിൽ 16 വാക്യങ്ങളേ ഉള്ളൂ. പക്ഷേ ആ 16 വാക്യങ്ങളിൽ കൂടെ പുതിയ നിയമത്തിലെ പല സത്യങ്ങളും പഠിക്കുവാൻ സഹായകരമായ വിധത്തിൽ ദൈവാത്മാവ് അത് ക്രോഡീകരിച്ചിരിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 16-ൽ ഹാഗാർ അബ്രഹാമിന് ഇസ്മായിലിനെ പ്രസവിച്ചപ്പോൾ അബ്രഹാമിന് 86 വയസ്സായിരുന്നു. ഈ 86-ാമത്തെ വയസ്സിൽ ഇസ്മായേൽ ജനിക്കാൻ കാരണം എന്താണ്? ഒരു മകനെ കൊടുക്കാമെന്ന് 75-ാം വയസ്സിലേ പറഞ്ഞതാണ്. ചെറുപ്പത്തിലേ പറഞ്ഞതാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ പറഞ്ഞത് എനിക്കൊരു മകനെ തരും, ഭക്തസന്ധതിയാണ്, അവൻ്റെ മക്കൾ വലിയ
നക്ഷത്രം പോലെയും പൊടി പോലെയും അത്രയ്ക്ക് അസംഖ്യമായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടും അബ്രഹാമിനും സാറായിക്കും അത് പൂർണ്ണമായി ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അവർ ബുദ്ധിയും യുക്തിയും ജഡീകമായ ചിന്തകളും വെച്ചുകൊണ്ട് ഇനി ഞങ്ങളെ കൊണ്ട് ഒരു കുഞ്ഞുണ്ടാകാൻ യാതൊരു സാധ്യതയില്ല. സാറാങ്ക് തീരുമാനിക്കുക, എന്നെക്കൊണ്ട് ഇനിയും പറ്റിയാൽ ഗർഭം ദൈവം തന്നെ അടച്ചെന്നാണ് പറയുന്നത്. അടച്ചയാളിന് തുറക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കാൻ കഴിയില്ല. അടച്ചയാളിന് തുറക്കാൻ കഴിയില്ലേ? ഉണ്ട്. അടച്ചത് എന്തിനാ ഉദ്ദേശത്തിനാ? അടച്ചയാൾ തുറക്കട്ടെ. ദൈവത്താൽ കഴിയാത്ത കാര്യമൊന്നും ഇല്ലെന്ന് സാറായിക്ക് പറയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഈ അബദ്ധം പറ്റിയില്ല. നമുക്കിങ്ങനെ പ്രായോഗിക ബുദ്ധിയിൽ നമ്മുടെ ശാരീരികവും ഭൗമികവും പ്രാകൃതവുമായ പശ്ചാത്തലത്തിൽ നമ്മൾ ചില തീരുമാനങ്ങളൊക്കെ എടുക്കും. ദൈവത്തിന് പ്രവർത്തിക്കാനുള്ള വഴി നമ്മൾ അടച്ചു കളയും. അങ്ങനെ എത്ര ബലഹീനം നമുക്ക് വന്നിട്ടുണ്ടെന്ന് കാര്യം ചിന്തിക്കണം. സാറ പറഞ്ഞ ആ കാര്യം അബ്രഹാം അങ്ങ് സമ്മതിച്ചു. എല്ലാം പ്രാർത്ഥിച്ച് ചെയ്യുന്ന അബ്രഹാം ഈ കാര്യം മാത്രം പ്രാർത്ഥിച്ചില്ല. അതെന്താ അതിൻ്റെ കാര്യം? അങ്ങനത്തെ അബദ്ധം നമുക്ക് പറ്റാം. വളരെ സ്നേഹമുള്ളവർ വളരെ വിദഗ്ധമായ രീതിയിലൊരു കാര്യം പറഞ്ഞാൽ നമ്മളൊന്ന് കേട്ടുപോകും. എന്താ തലയണ മന്ത്രമെന്നാണ് അതിൻ്റെ പേര്. ഭർത്താവും ഭാര്യ ഒന്നിച്ച് കിടന്ന് ഉറങ്ങുക. ആ ഉറക്കത്തിനിടയിൽ അവർ ഉണരുന്നു. ഭാര്യ ചെവി പറയുക, അച്ചായ ഇങ്ങനൊരു കാര്യമുണ്ട്, എടി അങ്ങനെ തന്നെയാണ്. എന്താ അത് ഭയങ്കര തലയണ മന്ത്രത്തിന് ഒത്തിരി വശീകരണ ശക്തി ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ തലയണ മന്ത്രം പ്രയോഗിക്കാൻ പിശാച് ഭയങ്കര മിടുക്കനുമാണ്. അപ്പോൾ അബ്രഹാമിനോട് ആ സാറ വളരെ വിദഗ്ധമായിട്ട് പറഞ്ഞ, അച്ചായോ എന്നിൽ നിന്നും ഒരു കൊച്ചു കിട്ടുന്ന യാതൊരു ലക്ഷണവും ഇല്ലത്, വേലക്കാരത്തി ഞാൻ കെട്ടിയോ. എടി അങ്ങനെ ആകട്ടെ, നിൽക്കവിടെ, എഴുന്നേരെ, മുട്ടുകുത്ത്. നമ്മൾ അപ്പച്ചനോടൊന്ന് ചോദിക്കുക ഈ കാര്യം അങ്ങനെ തന്നെയാണോ എന്ന്. അങ്ങനെ പറഞ്ഞോ? ചാടി എഴുന്നേക്കേണ്ടതായിരുന്നു അബ്രഹാം. കട്ടിലെ കിടന്നപ്പോഴേ നിന്റെ അഭിപ്രായം ഞാൻ കർത്താവിനോടൊന്ന് ചോദിക്കട്ടെ. കർത്താവ് ഗർഭം അടച്ചെന്ന് എനിക്ക് മനസ്സിലായി. കർത്താവ് എപ്പോഴാണ് ഗർഭം തുറക്കുന്നതെന്ന് ചോദിക്കണ്ടേ? തുറക്കാത്ത എന്നാന്ന് ചോദിക്കണ്ടേ? ഇതൊന്നും ചോദിച്ചില്ല. പറഞ്ഞു കേട്ടോ ചാടി എഴുന്നേറ്റില്ല. സാധാരണ ഞങ്ങൾ പ്രാപിക്കുകയും ചെയ്തു. ഈ അബദ്ധം നമുക്ക് പറ്റിയിട്ടുണ്ട്. എല്ലാ വിശുദ്ധന്മാരുടെ ജീവിതത്തിൽ ഇങ്ങനൊരു ബലഹീന നിമിഷമുണ്ട്. ഈ ബലഹീന നിമിഷങ്ങളിൽ ദൈവവും മാലാഖമാരൊക്കെ മാറുകയും ചെയ്യും. പരീക്ഷാ സമയത്ത് ദൈവവും മാലാഖമാരും നമ്മളെ വിട്ട് മാറി നിന്നോളാം ദൈവം തന്നെ പറയും. ഞാൻ മാറുക, നിങ്ങൾ മാറിക്കോ, ഇവരെന്നാ കാണിക്കുമെന്നൊന്ന് കാണട്ടെ എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഒറ്റപ്പെട്ട സാഹചര്യങ്ങളിൽ പിശാച് നമ്മളെ കൊണ്ട് പലതും ചെയ്യിപ്പിക്കാനും പറയിപ്പിക്കാനും സാധിക്കും. ഈ ഒരു ബലഹീനത നമ്മുടെ സ്വയവും ജഡവും എന്നതിൻ്റെ പേര്. നമ്മുടെ സ്വയത്തിനകത്തും ജഡത്തിനകത്തും പിശാചിന് ഒളിച്ചിരിക്കാൻ കഴിയും. അപ്പോൾ അവൻ തന്നെ പോയി ദൈവത്തോട് പറയും, ദൈവൻ നീ പറയുന്ന എല്ലാം ഒന്നും കേൾക്കുകയൊന്നുമില്ല, ഞാൻ പറയുന്നതും കേൾക്കും, കാരണം വിട്ടുതരാം, കാണിച്ചു തരാൻ പറയും. അപ്പം ദൈവം തമ്പുരാന്റെ അടുത്ത് പോയി അനുവാദം വാങ്ങിച്ചുകൊണ്ടായി പരീക്ഷ. ഇയ്യോബിനെ പരീക്ഷിച്ചത് അങ്ങനെയല്ലേ? ഇയ്യോബിനെ പരീക്ഷിച്ചപ്പോൾ പിശാച് എന്ന് ചോദിച്ചു, നീ വേലി കെട്ടി വെച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇവനിങ്ങനെ വലിയ ഭക്തിയൊക്കെ കാണിക്കുന്നു, വേലി ഒന്ന് പൊളിക്കേ, ഞാൻ കാണിച്ചു തരാം. വേലി പൊളിച്ചു, ഉള്ളതെല്ലാം അങ്ങ് പോയിട്ടും ദൈവത്തെ വിട്ടില്ല, ഭാര്യയെ വിട്ടു. അപ്പോൾ ഈ ദൈവത്തെ എനിക്ക് വേണ്ട. ഭർത്താവിനോട് പറഞ്ഞു, താനും അങ്ങ് വിട്ടേരുത്, ഈ ദൈവത്തെ അങ്ങ് വിട്ടേരുത്, നമുക്കുള്ളതെല്ലാം പോയില്ലേ. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവ തരുമ്പം മതി, എനിക്ക് യഹോവ മതി എന്ന് പറഞ്ഞ് ഒറ്റപ്പെട്ട സാഹചര്യത്തിൽ ആ സ്റ്റേജ് വരെ ചെന്നതിന് ശേഷമാണ് ഇയ്യോബ് ജയിക്കുന്നത്. ഒത്തിരി നഷ്ടമുണ്ടായി, ഒത്തിരി കഷ്ടമുണ്ടായി, ഒത്തിരി ചൊറിഞ്ഞിട്ട് വാങ്ങിയിട്ട് ഓട്ട് കഷ്ണം കൊണ്ട് ചൊറിയേണ്ടി വന്നു. നമ്മളിപ്പോൾ കറിക്കത്തി കൊണ്ട് ചിലപ്പോൾ ചൊറിയേണ്ടി, ചില ജീപ്പ് കൊണ്ട് ചിലപ്പോൾ പുറത്തൊക്കെ ചൊറിച്ചിട്ട് വന്നാൽ എന്നെ എടുക്കും, പിന്നെ ജീപ്പ് തപ്പി നടക്കേണ്ടി വരും. ഒന്നും കിട്ടിയില്ല, കറിക്കത്തി കൊണ്ടായിരിക്കാം, ചിലപ്പോൾ കീറിയെന്നും ഇരിക്കും, ചിലപ്പോൾ മുറിഞ്ഞെന്നും ഇരിക്കും. ഇങ്ങനെയൊക്കെ ആ ചൊറിച്ചിലുകാരുടെ കഥ ഞാൻ ഒത്തിരി കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇയ്യോബിനെ ഓർക്കുമോ? ഇത് ദൈവം അനുവദിച്ച ഒരു പരീക്ഷയാണ്. ഉടനെ പ്രാർത്ഥിച്ച്, കർത്താവ് എന്തിനാണ് ഈ പരീക്ഷ വന്നത്? ഈ പരീക്ഷ നീ അനുവദിച്ചത് എന്തിനാണ്? ഞാൻ നീ തന്നതിനേക്കാൾ നിന്നെ സ്നേഹിക്കുമോ എന്നറിയാനുള്ള ഒരു പരീക്ഷയാണ്. ഈ പരീക്ഷയെ ജയിക്കാൻ എനിക്ക് കൃപ തരണം, പരീക്ഷ സഹിച്ച് കൊള്ളാവുന്നതിനാകാൻ എനിക്ക് സഹായിക്കണം എന്നെല്ലാം പറഞ്ഞ് പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ നമുക്കതിനെ ജയിക്കാനൊക്കെ ഉള്ളൂ. അന്നേരം പ്രാർത്ഥിക്കാൻ തോന്നുകയില്ലെന്നുള്ള വേറെ പ്രശ്നം. എന്നാ പ്രാർത്ഥിക്കാൻ, എത്ര ഒത്തിരി പ്രാർത്ഥിച്ചല്ലേ എന്ന് വിചാരിച്ച് നമ്മൾ പല കാര്യങ്ങളും ചെയ്യും. എല്ലാം കർത്താവിന് അറിയാൻ പാടില്ലേ, ഇനി പറഞ്ഞു കേൾപ്പിക്കണമെന്നില്ല, എല്ലാം കർത്താവിന് അറിയാമല്ലോ. ഇങ്ങനെയൊക്കെ നമ്മൾ വിചാരിച്ച് ദൈവത്തിൻ്റെ ഹിതം അറിയാനുള്ള കാത്തിരിപ്പിൻ്റെ വേളകളെ നമ്മൾ ഒഴിവാക്കി കാണും. അപ്പോൾ ഈ അബ്രഹാം
സാറായുടെ തലയണ മന്ത്രം കേട്ടപ്പോൾ അങ്ങ് മയങ്ങിപ്പോയി. അപ്പോൾ ആ മന്ത്രത്തിന് നമ്മളെ മയക്കാൻ കഴിയുള്ളൂ കേട്ടോ. പലതരം മന്ത്രങ്ങളുണ്ട്. വശീകരണ മന്ത്രം, തലയണ മന്ത്രം, വിരോധ മന്ത്രം, പിന്നെ അസൂയ മന്ത്രം, പലതരം മന്ത്രങ്ങളുണ്ട്. ഈ മന്ത്രത്തിൻ്റെ സമയത്ത് ദൈവം അങ്ങ് മാറും. അതൊരു പരീക്ഷയാണ്. മാലാഖമാരും അങ്ങ് മാറും. പിശാച് മാത്രമേ നമ്മളിവിടെ കാണുകയുള്ളൂ. അവൻ പറയുന്നത് കേൾക്കാൻ തോന്നുകയും ചെയ്യും. പക്ഷേ അതിനോട് എതിർത്ത് നിന്ന് പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ജയം പ്രാപിക്കാൻ. അതാണ് മടുത്തു പോകാതെ പ്രാർത്ഥിക്കണമെന്ന് പറയാൻ കാരണം. പ്രാർത്ഥനയിൽ മടുപ്പ് വരുത്താൻ പിശാചിന് കഴിയും. അത് ദൈവത്തോട് ചോദിച്ച് അനുവാദം വാങ്ങിച്ചുകൊണ്ട് തന്നെയായിരിക്കും. നീ ഒന്ന് മാറി നിൽക്കേ, നിന്നെ ദൂതനെ ഒന്ന് മാറ്റേ, ഞാൻ കാണിച്ചു തരാം. അപ്പം നമ്മൾ രക്ഷപ്പെടുമെന്ന് ഉറപ്പുള്ളപ്പോഴേ കർത്താവ് വാസ്തവത്തിൽ പരീക്ഷയ്ക്ക് അനുവദിക്കുകയുള്ളൂ. പക്ഷേ നമ്മൾ ആ ഉറപ്പിനെ ശരിക്കും പ്രയോജനപ്പെടുത്തുന്നില്ല. ദൈവം നമുക്ക് തന്നിരിക്കുന്ന വെളിപ്പാടുകൾ, വചനങ്ങൾ, മുന്നറിയിപ്പുകൾ മുതലായ ഓർത്ത് പ്രാർത്ഥിച്ചെങ്കിലേ നമുക്കത് പ്രയോഗിച്ച് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ കഴിഞ്ഞ കാല ജീവിതത്തിൽ അങ്ങനെയുള്ള പരാജയങ്ങൾ സംഭവിക്കാം. അബ്രഹാം വിശ്വാസികളുടെ പിതാവായി എന്നറിയപ്പെടുന്നു. തോറ്റതിന് ശേഷം ജയിച്ചയാളാണ്. തോറ്റിട്ട് ജയിച്ചാൽ തോൽവികളെ വിജയത്തിന് ചവിട്ടോടിയാക്കാൻ സാധിക്കും. എല്ലാ വിശുദ്ധന്മാരുടെ ജീവിതത്തിൽ ഞാൻ തോറ്റ അനുഭവങ്ങളുണ്ട്. ദൈവത്തിൻ്റെ കൃപയുടെ വലിപ്പം മനസ്സിലാകാൻ വേണ്ടി ദൈവം അത് അനുവദിക്കുന്നതുമാണ്. അതുകൊണ്ട് കഴിഞ്ഞ കാല ജീവിതത്തിൽ ഈ അബ്രഹാമിനെ പോലെ നമ്മളും ബലഹീന നിമിഷത്തിൽ വല്ലവരൊക്കെ പറഞ്ഞതിൻ്റെ പലതും ചെയ്തു കാണും. നമ്മുടെ വളരെ പ്രിയപ്പെട്ട സ്നേഹിതർ, നമുക്ക് വളരെയധികം വിശ്വാസമുള്ളവർ, നമുക്ക് വളരെയധികം താല്പര്യമുള്ളവർ പറയുന്ന കാര്യം ഒന്നും രണ്ടാമത് ചിന്തിക്കാറില്ല. ഉടനെ അങ്ങ് മൂളാറുണ്ട്, ഉടനെ അങ്ങ് ചെയ്യാറുണ്ട്. പക്ഷേങ്കിൽ അതൊരു അബദ്ധമാണ്, അപകടമാണ്. അവരെക്കാൾ അധികം കർത്താവിനെ സ്നേഹിക്കുന്നു തെളിയിക്കാനാണ് അങ്ങനത്തെ അവസരം വരുന്നത്. അങ്ങനെ ഒത്തിരി അബദ്ധം നമുക്ക് പറ്റിക്കാണും. അബ്രഹാമിന് എല്ലാം വിട്ട് ഇറങ്ങിക്കോളാൻ പറഞ്ഞു. പ്രാർത്ഥിച്ചിട്ടാണ് ഇറങ്ങിയത്. പക്ഷെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ആ ഇറങ്ങുന്ന സമയം ദൈവം പറഞ്ഞ എല്ലാ കാര്യവും ദൈവം അബ്രഹാം ശ്രദ്ധിക്കുന്നില്ല. എല്ലാം വിട്ട് എല്ലാവരെയും വിട്ടൊക്കെ ഇറങ്ങിക്കോളാനാണ് പറഞ്ഞു. അപ്പോൾ ലോത്തെന്ന് പറഞ്ഞിട്ട് അച്ചായോ എന്നെ കൂടെ കൊണ്ടുപോകും, എനിക്കാരുമില്ല, എൻ്റെ അപ്പനൊക്കെ മരിച്ചു പോയില്ലേ, ഞാൻ നിൻ്റെ ഒരു ആശ്രിതനെ എന്നെ കൂടെ കൊണ്ടുപോകുന്നു പറഞ്ഞപ്പോൾ അത് ദൈവത്തോട് ചോദിച്ചില്ല. ഞാൻ എല്ലാം വിട്ടേച്ചിറങ്ങാനാണ് പറഞ്ഞത്. ചേട്ടൻ ലോത്ത് എൻ്റെ കൂടെ വരുന്നു ചോദിച്ചോ? ലോകത്തിനോട് ഒരു പ്രത്യേക സഹതാപവും ഒരു പ്രത്യേക സ്നേഹവും അബ്രഹാമിനുണ്ടായി. സഹതാപവും സ്നേഹമുള്ളവരുടെ കാര്യം നമ്മൾ കയറി അങ്ങ് ചെയ്യും. അത് പ്രാർത്ഥിക്കാൻ മറന്നുപോകും. അബ്രഹാമിന് പറ്റിയ അബദ്ധം തന്നെ ലോകത്തിനെ കൂടെ കൊണ്ടുപോകേണ്ടി വന്നു. ലോകത്തിനെ കൊണ്ടുപോയി വല്ല ഗുണമുണ്ടായോ? ലോകത്തിനെ കൂടെ കൊണ്ടുപോയതുകൊണ്ട് അബ്രഹാമിനെ കൃപ കുറഞ്ഞു, കൃപയുടെ ഒഴുക്ക് നിന്നു. പിന്നെ ഇവർ രണ്ടും കൂടി ആലോചനയും പോകും പറച്ചിലൊക്കെ. എന്തു സംഭവിച്ചു? കുറേ കഴിഞ്ഞപ്പോൾ ഈ ദൈവത്തെ കണ്ടിച്ച് ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് ഇറങ്ങുന്ന അബ്രഹാം മാത്രമാണ്. ദൈവത്തെ കണ്ടിച്ചാണ് ലോത്ത് കൂടെ കൂടിയത്. അബ്രഹാമിനെ കണ്ടുകൊണ്ട് ഇങ്ങനെ ധ്യാനമന്ദിരത്തിലും പ്രാർത്ഥനയിലും പള്ളിയിലും വീട്ടിലും നാട്ടിലൊക്കെ നമ്മളെ കണ്ടുകൊണ്ട് വല്ലവരും നമ്മുടെ പുറകെ വന്നിരിക്കും. ദൈവത്തെ കണ്ടുകൊണ്ടേ വരാവ് കേട്ടോ. ഒരച്ഛനെയും ഒരു റമ്പാച്ചനെയും ഒരു ഉപദേശിയെയും ഒരു അച്ഛനെയും ആരെയും കണ്ടുകൊണ്ട് പോകരുത്. ആരെയും കാണാൻ പോവുകയരുത് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കും കാണാൻ, കേൾക്കാനും ഇഷ്ടമായിരിക്കാം. പക്ഷേ അതിനേക്കാൾ ഞാൻ കർത്താവ് നിന്നെ കേൾക്കാനാണ് വന്നെന്ന് പറയാനുള്ള. ഇപ്പോൾ ധ്യാനമന്ദിരത്തിൽ വന്നിരിക്കും നിങ്ങളോട് ഞാൻ പറയുക, എന്നെ കാണാൻ ആരും ഇവിടെ വരണ്ട. പിന്നെ ആരെ കാണാനാണ് വരേണ്ടത്? ദൈവത്തെ കാണാൻ വരണം. അതുകൊണ്ട് ഞാൻ നിങ്ങളെ നിലവിൽ വയ്ക്കുക. കർത്താവ് ഞാൻ കുറേ പേര് വന്നിരിക്കുന്നു, അവർ നിന്നെ കണ്ടേച്ച് പൊക്കോട്ടെ, നിന്റെ ശബ്ദം കേട്ടോട്ടെ. ഞാൻ എന്നെ ഒരു ലൗഡ് സ്പീക്കറായി വെച്ചിരിക്കുന്നു, നിനക്ക് വല്ലതും പറയാനുണ്ടേ പറഞ്ഞു, എനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞ് എല്ലാ പ്രാവശ്യവും സമർപ്പിച്ചില്ലെങ്കിൽ നേരെ തിരിച്ചാവും. തമ്മിൽ കാണാനും കേൾക്കാനായി വരവ്. അവസാനം അതിലേക്ക് പോകും. അങ്ങനെ ഒത്തിരി സ്ഥാപനങ്ങൾ തകർന്നു വരിക്കുന്നത്, ഒത്തിരി സഭകൾ തകരാൻ, ഒത്തിരി പ്രസ്ഥാനങ്ങൾ തകരാൻ കാരണം ഈ കൂടിക്കാഴ്ചകളിൽ ദൈവത്തിൻ്റെ സ്ഥാനം തട്ടിയെടുക്കുന്ന വ്യക്തികളും സംഭവങ്ങളും അനുഭവങ്ങളും സാധനങ്ങളും വരാൻ സാധ്യതയുണ്ട്. അതെല്ലാ ദിവസവും മാറ്റി അതെല്ലാം ബലിപീഠത്തിൽ വെച്ച് നീ തന്നെ എനിക്ക് മതിയെന്ന് പറയാനുള്ള സമർപ്പണം പുതുക്കിയില്ലെങ്കിൽ പോകാം. അങ്ങനെ എത്ര കേസ് നമ്മളിതിൽ കാണുന്നു. അല്ല തീർക്കണ്ടേ? അതിനായി 144 ദിവസം ഓരോ ദിവസം ഓരോ കേസ് എടുക്കുക. എന്താ 144 ദിവസം വെക്കാൻ കാര്യം എന്നാണെന്നറിയാവോ? ഇങ്ങനെ 100 കണക്കിന് കേസ് കാണുമെന്ന് എല്ലാം കൂടെ എടുക്കാനുള്ളൂ. അപ്പോൾ ഇന്ന് 3-ാം ദിവസം ഒരു കേസ് എടുത്തിരിക്കുക. അതെ, അബ്രഹാമിനും സാറായിക്കും ഒക്കെ ഉണ്ടായ കേസാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. നാളെ വേറെ ഒന്നായിരിക്കും. അങ്ങനെ പരിശോധിച്ചാൽ ഒത്തിരി 100 കണക്കിന് കേസുകൾ കാണും. അതെടുത്ത് തീർത്തു കഴിഞ്ഞാൽ മാത്രമേ ദൈവത്തെയും ദൈവത്തിൻ്റെ നിലനിൽക്കുന്ന അനുഗ്രഹങ്ങളെയും കിട്ടിയ അനുഗ്രഹങ്ങൾ ദൈവത്തിനോട് എന്ന് നിത്യതയിൽ താമസിക്കാനൊക്കെന്നുള്ള കാര്യം ഉറപ്പിക്കണം. അപ്പോൾ അബ്രഹാമിനെ ഉണ്ടായ ഒരു ബലഹീനത കേട്ടല്ലോ. ഏതാ? ലോത്തിനെ കൊണ്ടു നടന്നു. പക്ഷേ ലോത്ത് ദൈവത്തെ കണ്ടാച്ചല്ല ഇറങ്ങിയത്. ലോത്തിന് വീതം വെച്ചപ്പോഴേ
ദൈവത്തോട് ചോദിച്ചു. നീ എടുക്കുന്നതിന് ബാക്കി ഇരിക്കുക മതി എന്ന് പറഞ്ഞ് അബ്രഹാമിൻ്റെ കടന്ന വിശ്വാസമാണ്. ദൈവമാണ് എൻ്റെ സമ്പത്ത്, ദൈവമാണ് എന്നെ വിളിച്ചവൻ, എനിക്ക് ദൈവം ആണ് എൻ്റെ എല്ലാമെന്ന വിചാരം ഉണ്ടായിരുന്നുകൊണ്ടാണ് നീ എടുത്തതിൻ്റെ ബാക്കി എനിക്ക് മതിയെന്ന്. ഇനി എത്രയോ വീടുകളിൽ പിണക്കം കൊണ്ടും പിതൃസ്വത്ത് അവകാശത്തിന് വേണ്ടി പേരിൽ എത്രയോ വീടുകൾ തല്ലി തകർന്ന് പോയിരിക്കുന്നു. എത്രയോ സഹോദരങ്ങൾ വീതം വഴിയിൽ പരിഭവിച്ച് പരാതിപ്പെട്ട കേസ് തള്ളി എത്രയോ വീടുകൾ തകർന്നു പോയിരിക്കുന്നു. നീ എടുത്തതിന് ബാക്കി എനിക്ക് മതിയെന്ന് പറഞ്ഞാൽ കേസ് തീർന്നില്ലേ? സഭാവഴക്ക് തീരാത്തതിൻ്റെ കാര്യം തന്നെ. പള്ളി വഴക്ക്, സഭാവഴക്ക്, കസേര വഴക്ക്, നിങ്ങളെടുത്തിട്ട് ബാക്കി എനിക്ക് മതിയെന്ന് പറഞ്ഞാൽ കേസ് തീരിയല്ലേ? എന്താ തീരാത്തത്? ഈ അബ്രഹാമിൻ്റെ മനോഭാവം, അത് അബ്രഹാമിൻ്റെ നല്ലൊരു മനോഭാവം. നല്ല ഏതാ? നീ എടുത്തതിന് ബാക്കി, പക്ഷെങ്കിൽ മറ്റവൻ അതിനെ ശരിക്ക്. അപ്പം നമ്മുടെ ഉദാരതയെയും വിശ്വാസത്തെയും ദൈവസ്നേഹത്തെയും മുതലെടുക്കുന്നവരുണ്ടാകാം, നമ്മുടെ ബലഹീനതയെ ചൂഷണം ചെയ്യുന്നവരുണ്ടാകാം. അബ്രഹാമിൻ്റെ ആ ബലത്തെയും ദൈവാശ്രയത്തെയും ചൂഷണം ചെയ്യുന്നയാളായിട്ട് ആര് മാറി? ലോത്ത് മാറി. അതായത് രണ്ട് നല്ല ലാഭല്ലേ? സോദോം ഗൊമോറ നല്ല ഏതും തോട്ടം പോലെ മനോഹരമായ സ്ഥലം, ആദ്യം എനിക്ക് കയറി അങ്ങ് എടുത്തു. ലോത്ത് എടുത്തതിൻ്റെ ബാക്കി അബ്രഹാം എടുത്തുള്ളൂ. അത് മുട്ടക്കൊന്നായിരുന്നു, പാറയും കല്ലുമൊക്കെ ഉണ്ട്. അത് മതി ഇരിക്കുക. കർത്താവ് ശൂന്യതയിൽ നിന്ന് മരുഭൂമിയിൽ ഏന്തോട്ടം പണിയാൻ കഴിവുള്ളവനാ. ഇതിനാദ്യം എനിക്ക് വേണ്ടതൊക്കെ തരുമെന്ന് പറഞ്ഞ് അബ്രഹാം രക്ഷപ്പെട്ടു. ലോകത്തിന് അത് അനുഭവിക്കാനൊത്തോ? അതുകൊണ്ട് തീയും ഗന്ധവും വേണ്ടി കത്തി തകർന്ന് പുകയായിപ്പോയി. ഈ ഗതികേട് നമുക്ക് വരാം. ലോത്ത് തന്നിൽ നിന്ന് പിരിഞ്ഞതിന് ശേഷമാണ് പിന്നെയും ദൈവം അബ്രഹാമിന് അനുഗ്രഹം കൊടുത്ത് പ്രത്യക്ഷപ്പെട്ടെന്നാണ് പറയുക. അപ്പോൾ ലോത്തിൻ്റെ കൂടെ നടന്നപ്പം ദൈവസാന്നിധ്യം കുറഞ്ഞു വന്നു. ലോത്ത് വേർപിരിഞ്ഞ് സോദോം ഗൊമോറയിലോട്ട് പോയി കഴിഞ്ഞാണ് പിന്നെ ദൈവം അബ്രഹാമിനോട് സംസാരിക്കാൻ തുടങ്ങുന്നത്. അപ്പം നമ്മുടെ കൂടെ കൂടിയവരെ അവരുടെ വരവ് കൊണ്ട്, അവരുടെ ഇടപാട് കൊണ്ട് കുറയുന്ന അനുഗ്രഹങ്ങളുണ്ട്. അതിനോട് വേർപാട് പാലിച്ചെങ്കിൽ, അവരെ പറഞ്ഞു വിട്ടെങ്കിൽ മാത്രമേ, അവർക്ക് വേണ്ടത് എടുത്തു വിട്ടെങ്കിൽ മാത്രമേ നമുക്ക് ചിലപ്പോൾ വളരാൻ സാധിക്കൂ. നമുക്ക് ആത്മീയമായി വളരാൻ കഴിയാത്തതിൻ്റെ ഒരു കാരണം അതാ. നമ്മുടെ കൂടെ പല ലോത്തുമാർ കാണും. ലോത്തിൻ്റെ ഭാര്യയുണ്ട്, അവൾ മഹാവിക്രമിയാണ്. എന്നാ കിട്ടിയാലും കൊതി തീരാത്ത ഒരുത്തി. ഇത് കത്താൻ പോകാന്ന് പറഞ്ഞിട്ട് നോട്ടം എവിടാ? കത്തുന്നിടത്താം. അതുകൊണ്ട് അവിടെ ഉപ്പുകൊണ്ടായിട്ട് ഇങ്ങനെയുള്ള ജീവിത പങ്കാളികളും സഹോദരങ്ങളും കൂട്ടുകാരും ഒക്കെയാണ് നമ്മുടെ ആത്മീയ വളർച്ചയെ തടസ്സപ്പെടും. ഇങ്ങനെയൊക്കെ എത്രയെണ്ണം ഉണ്ടെന്ന് കണ്ടുപിടിച്ചോണം. ഈ അബ്രഹാമിൻ്റെ ഈ ബലഹീനതയെല്ലാം മാറി ഇസ്ഹാക്കിനെ പ്രാപിക്കുന്നത് വരെ എന്തുമാത്രം നഷ്ടം സഹിക്കേണ്ടി വന്നു. ഹാഗാറിൻ്റെ അടുത്തേക്ക് പോയപ്പോൾ പ്രാർത്ഥിച്ചല്ല പോയെ. ഭാര്യ പറഞ്ഞത് ഒറ്റ കാര്യത്തിൽ തന്നെ പോയി. അതുകൊണ്ട് എന്ത് സംഭവിക്കേണ്ടി വന്നു? ഹാഗാർ ഗർഭിണിയായി കഴിഞ്ഞപ്പോഴത്തെ അവിടെ വിധാനം മാറി. അവളങ്ങ് ചീർത്തു. ഞാനായപ്പോൾ ഇവിടുത്തെ ദേവി, എൻ്റെ യജമാനത്തി മോശം, അവളുടെ യഥാർത്ഥം ഞാനാണ് ഇവിടുത്തെ യജമാനത്തി എന്ന് പറഞ്ഞ് യജമാനത്തിയെ പരിഹസിക്കാൻ തുടങ്ങി. അത് ആ വീട്ടിൽ വലിയ സങ്കടം ഉണ്ടാക്കി. അവളെ ഇറക്കിവിടേണ്ടി വന്നു. ഇപ്പോൾ ഗർഭിണിയായ ഹാഗാറിനെ ഇറക്കിവിടും. അവിടെ സഹിക്കാൻ മേലാതായി, യജമാനത്തിയുടെ പീഡനം സഹിക്കാൻ മേലാതെ തന്നെ ഓടിപ്പോണ്ടി വരും. അത് കഴിഞ്ഞ് ഇഷ്മായേൽ ഉണ്ടായിക്കഴിഞ്ഞ് പിന്നെ ഇറക്കി വിടേണ്ടി വന്നു. രണ്ടിനെയും കൂടെ ഇനി 2 പ്രാവശ്യം വീട്ടിൽ നിന്ന് ഇവർ ഇറക്കി വിടേണ്ടി വന്നു. ആദ്യം ഇറക്കി വിട്ട് കഴിഞ്ഞപ്പോൾ നീ പോയി കീഴടങ്ങാൻ പറഞ്ഞു. നീ യജമാനത്തി കളിക്കണ്ട, നീ ദാസി തന്നെയാ എന്നൊക്കെ പറഞ്ഞ് നിലയ്ക്ക് നിർത്തി. നീ പോയി അവിടെ വീണ്ടും അവിടുത്തെ ദാസി എന്ന നിലയിൽ മര്യാദയ്ക്ക് നിൽക്കുമെന്ന് പറഞ്ഞ് ആണ് പിന്നെ കുറേ വർഷങ്ങൾ കഴിഞ്ഞ്. ഈ അമ്മയുടെ സ്വഭാവം മോന് വരാതിരിക്കും. മോനുണ്ടായിക്കഴിഞ്ഞപ്പോൾ മോനായി പീഡനം. മോൻ വീട്ടുകാരെ മുഴുവൻ പീഡിപ്പിക്കുക. ആരെ? ഇസാഖ് ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ഇസാഖിനെ പീഡിപ്പിക്കുക. എന്നാൽ 2നെ ഇറക്കി വിട്ടേക്കാൻ പറഞ്ഞു. ആദ്യം ഹാഗാർ തന്നെ ഗർഭത്തിൽ ഇരുന്ന് കൊച്ചിനെയും കൊണ്ട് പോകേണ്ടി വന്നു. കീഴടങ്ങിയിരിക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് 90-ാം വയസ്സിലും അല്ലെ 100-ാം വയസ്സിലും ഇസാഖ് വന്നു. ഇസാഖിനെ പീഡിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ഇവരെ ഇറക്കി വിടേണ്ടത്. ഈ അനുഭവങ്ങളെല്ലാം ആവർത്തിക്കുന്നതാണ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ എത്ര ഹാഗാറുമാരുണ്ട്, എത്ര ലോത്തുമാരുണ്ട്, ഇതൊക്കെ പരിശോധിക്കണം. ഇതെല്ലാം മാറിക്കഴിഞ്ഞാൽ നമുക്ക് വിശ്വാസികളുടെ പിതാവിനെ പോലെ വിശ്വാസത്തിൽ ഉറച്ച് വിശ്വാസവും പ്രത്യാശയും ദൈവസ്നേഹവും വളർത്തി ആത്മനിറവിൽ ആത്മഫലങ്ങൾ വിളയിച്ച് കർത്താവിൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് യേശുവിനെയും കണ്ട് സ്വർഗ്ഗാരോഹണം ചെയ്ത യേശുവിനെയും കണ്ട് അനുഗ്രഹം പ്രാപിച്ച് കാത്തിരുന്ന്
അഭിഷേകം 100% പെന്തക്കോസ്തായുടെ അനുഭവത്തിൽ ലോകത്തിൻ്റെ എല്ലായിടങ്ങളിൽ പോയി സാക്ഷ്യം പറയുന്ന അന്ന് മാത്രമാണ്. അതിനു മുമ്പ് ദൈവം പറയുന്നിടത്തേ പോകാവൂ, പറയുന്നിടത്തോളം ചെയ്യാവൂ. എല്ലാ പരിപാടിയും കഴിഞ്ഞ് തിരികെ യേശുവിൻ്റെ അടുത്ത് വരണം, എന്നിട്ട് പിന്നെ വേണം പോകാൻ. പെന്തക്കോസ്തായ്ക്ക് മുമ്പ് കർത്താവ് പറയുന്നിടത്തേ പോകാവൂ, പറയുന്നിടത്തോളം ചെയ്യാവൂ. അത് കഴിഞ്ഞാൽ ഉടനെ തിരികെ വന്നോണം. നമുക്കിതിനകത്തൊക്കെയും പരാജയങ്ങൾ സംഭവിച്ചുകൊണ്ടാണ് കർത്താവിന് രണ്ടാമത് വരാനൊക്കാത്തത്, നമുക്ക് 100% പ്രാണനുണ്ടാകാത്തത്, നമുക്ക് 100% ബന്ധുക്കോസ്യ ഉണ്ടാകാത്തതിൻ്റെ കാര്യം ഞാൻ ശാപങ്ങൾ ഒത്തിരി കിടക്കുന്നു. നമ്മുടെ തലകളെ ഉണക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, ഈ നല്ല ദിവസത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ശബ്ദം കേട്ട അബ്രഹാം എല്ലാം വിട്ടുപേക്ഷിക്കാൻ ഇറങ്ങാൻ പറഞ്ഞ അബ്രഹാമിനെ താനെല്ലാം വിട്ടെങ്കിലും തന്നെ വിടാതെ എൻ്റെ കൂടെ ഒരു ലോകത്തുണ്ടായിരുന്നു. ഞങ്ങളെ എന്നൊക്കെ വിട്ടാലും ഞങ്ങളെ വിടാതെ ഞങ്ങളുടെ കൂടെ വരുന്ന പലരും ഞങ്ങളുടെ സ്വയത്തിലും ജഡത്തിലും ഒളിച്ചിരിക്കുന്ന പിശാച് അങ്ങനെ ഞങ്ങളുടെ കൂടെ പലരെയും കൂട്ടുവാനുള്ളത് സമ്മതിക്കുന്നു. ഞങ്ങളുടെ ഇന്നത്തെ സഭാ ജീവിതത്തിൽ, ഞങ്ങളുടെ ഇന്നത്തെ ക്രിസ്തീയ ജീവിതത്തിൽ ഞങ്ങൾ ക്രിസ്ത്യാനികളായി വിശ്വാസികളായി ഞങ്ങളുടെ ജീവിതയാത്ര തുടങ്ങിയവരാണെങ്കിലും നീ ഇഷ്ടപ്പെടാത്തതും നിൻ്റെ അനുവാദമില്ലാത്തതുമായ എത്ര പേര് ഞങ്ങളുടെ കൂടെയുണ്ട്, എത്ര എണ്ണം ഞങ്ങളുടെ കൂടെയുണ്ട്. ഞങ്ങൾ ദൈവത്തെ നിൻ്റെ വേലയ്ക്കായി ഇറങ്ങി പുറപ്പെടുന്നതിന് ശേഷം നിന്നെക്കാൾ അധികം നിന്നിൽ നിന്ന് കിട്ടുന്ന വല്ലതിനെ ഞങ്ങൾ ആശ വെച്ചിട്ടുണ്ടോ? ഞങ്ങൾ കിട്ടിയിരിക്കുന്ന ധനം, മാനം, ജീവൻ മുതലായവ ദൈവത്തെ ശുശ്രൂഷിക്കാൻ ഉപയോഗിച്ചിട്ടുണ്ടോ? ഞങ്ങൾക്ക് ജോലി കിട്ടിയപ്പോൾ ആ ജോലിയുടെ ദശാംശം ഞങ്ങൾ കർത്താവിന് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഞങ്ങളുടെ ജീവിതത്തിൻ്റെ സമയത്തിൻ്റെ ദശാംശം ഞങ്ങൾ നിനക്ക് തന്നിട്ടുണ്ടോ? ഞങ്ങളുടെ ആരോഗ്യം അത് കർത്താവിൻ്റെ വേലയ്ക്ക് ഉപയോഗിക്കാൻ സാധിച്ചിട്ടുണ്ടോ? കിട്ടിയതായ ധനവും മാനവും ജീവനും കിട്ടിക്കഴിഞ്ഞപ്പോൾ നിനക്ക് നന്ദി പറയാതെ ഞങ്ങളെ സ്വന്തം ഇഷ്ടപ്രകാരത്തിനെ കൈകാര്യം ചെയ്തതിൻ്റെ ശാപം ഞങ്ങൾക്കുണ്ടെങ്കിൽ അത് അടുത്ത തലമുറയിലേക്ക് പോകാതിരിക്കാൻ നീ ഞങ്ങൾക്കൊരു ക്ഷാമം പറ്റിയിരിക്കുന്നതിന് നന്ദി പറയുന്നു. ജോലി നഷ്ടപ്പെട്ടതിന് നന്ദി, ആരോഗ്യം നഷ്ടപ്പെട്ടതിന് നന്ദി, അപകടം ഉണ്ടായതിന് നന്ദി, ഇപ്പം ഞങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഇല്ലാത്തതിന് നന്ദി. ഞങ്ങൾക്ക് നിന്നെയാണ് ആദ്യം കിട്ടേണ്ടത്. ഞങ്ങൾ നിന്നിൽ നിന്ന് അകന്നുപോയി, നിനക്ക് ഞങ്ങളോട് സംസാരിക്കാൻ നിർത്തിയില്ലാതെ ഒരു വിടവുണ്ടായിരിക്കുന്നെങ്കിൽ ആ വിടവ് നിർത്തിയിട്ട് കർത്താവിനെ കിട്ടിക്കഴിഞ്ഞ് കർത്താവ് തരുന്നത് മതിയെന്ന് പറഞ്ഞ് ജന്മസാവലിയോട് ഞങ്ങളെ സഹായിക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ യാചിക്കുന്നത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയേറ്റുവാനായിട്ട് തന്നെ.